ഇടതടവില്ലാതെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പിനെ തുടർന്ന് നാറ്റോ രാജ്യങ്ങൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതിനിടയിൽ റഷ്യൻ ഡ്രോണുകളോ മിസൈലുകളോ അബദ്ധത്തിൽ പോലും തങ്ങളുടെ അതിർത്തി കടന്നു വരുന്നത് തടയാനുള്ള സംവിധാനം പോളണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോളണ്ട് അവരുടെ വ്യോമസേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഏതെങ്കിലും കാരണവശാൽ തങ്ങളുടെ അതിർത്തി കടന്ന റഷ്യൻ മിസൈലുകൾ അബദ്ധത്തിൽ പോലും വന്നു കഴിഞ്ഞാൽ അതിനെ തടയിടുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുമാത്രവുമല്ല, റഷ്യ ഈ യുദ്ധം കൂടുതൽ ഇടങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ വ്യാപിപ്പിക്കും. ഒപ്പം ശക്തമായ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് റഷ്യ നീങ്ങും എന്നാണ് യൂറോപ്യൻ യൂണിയനും കരുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കനത്ത ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ്. കാരണം ഇതിന് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധമാണ് റഷ്യയുടെ ഇപ്പോൾ വലിയ തിരിച്ചടി. അതിനിടയിൽ പെട്രോൾ ഇല്ലാതെ വലയുന്ന റഷ്യക്ക് 60,000 മെട്രിക് ടൺ പെട്രോളുമായി ഇന്ത്യൻ ടാങ്കർ റഷ്യയിൽ എത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ 30,000 മെട്രിക് ടണ്ണ് 40,000 മെട്രിക് ടണ്ണ് എന്ന രണ്ട് അളവുകളിലായിട്ട് രണ്ട് ടാങ്കറിൽ കൂടെ ഇപ്പോൾ ഈ ഗ്യാസോലിൻ അഥവാ പെട്രോള് റഷ്യൻ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്നാൽ ഇത് ഏത് റിഫൈനറിയിൽ നിന്നാണ് റഷ്യക്ക് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഈ റഷ്യക്ക് ഈ എണ്ണ കൊടുക്കുന്നതിനെ കുറിച്ചും ഈ ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും റഷ്യക്ക് ഇപ്പോൾ എണ്ണ കൊടുക്കുകയാണ്. ഒരു സമയത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണയാണ് ഇന്ത്യയിലെ എണ്ണ വിപണിയെ പിടിച്ചു നിർത്തിയെങ്കിൽ ഇപ്പോൾ റഷ്യ ഒരു വലിയ ആപത്തിലാണ്. അവിടേക്ക് ഇന്ത്യയുടെ എണ്ണ അനസ്യൂതം പ്രവഹിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല റഷ്യ ഇപ്പോൾ ഈ ഗ്യാസോലിൻ വാങ്ങുന്നത് ബെലാറസ് പോലെയുള്ള തങ്ങളുടെ സമീപത്തുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വാങ്ങുന്നുണ്ട്. കാരണം റഷ്യയിൽ ഇപ്പോൾ ഉഷ്ണകാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഇന്ധനം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആപത്ത് കാലത്ത് ഇന്ത്യ കട്ടയ്ക്ക് നിന്നുകൊണ്ട് എണ്ണ റഷ്യയിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.